സാന്ത്വനത്തിൻ്റെ ഇനി വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യൻ എന്തായാലും മിത്രനെയും കൊണ്ട് വന്ന് അതെന്തായാലും അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആര്യനെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഗോമതി. പക്ഷെ അതിന് മുന്നേ ആര്യനോട് സ്വർണത്തിന്റെ കാര്യമൊക്കെ ചോദിച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം സ്വർണം ബാലൻ പറഞ്ഞിട്ട് ആര്യൻ എടുത്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ബാലൻ ഒരുപാട് അപമാനിക്കുന്നൊക്കെ ഉണ്ട്. ആ ദേഷ്യമാണ് ബാലന് ഏറ്റവും കൂടുതൽ മിത്രനോടും അതുപോലെ തന്നെ ആര്യനോടും ഉണ്ടാവുന്നത്. ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. ആര്യനോട് സ്വർണ്ണമൊക്കെ ചോദിക്കുമ്പോൾ ആര്യൻ നിഷേധിച്ചൊക്കെ സംസാരിക്കുന്നതും ബാലന് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ബാലൻ ആര്യനുള്ള വീട്ടിൽ ബാലൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ ഇറങ്ങി പോകുന്നുണ്ട്. ബാലൻ അന്നത്തെ രാത്രി മുഴുവനും കടയിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. ബാലൻ പോയതിൻ്റെ പിന്നാലെ നമ്മുടെ ആനന്ദും പോകുന്നുണ്ട്. അച്ഛൻ്റെ കൂട്ട് എന്തായാലും മകൻ തന്നെ. രണ്ടുപേരും കൂടെ ആ കടയിൽ അന്നത്തെ ദിവസം മുഴുവനും കഴിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ ഇത്ര പിറ്റേ ദിവസം രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇങ്ങനെ പോയ സമയത്ത് ശരിക്കും വീട്ടിലാരെങ്കിലും കാണുമോ എന്നുള്ളൊരു സന്തോഷത്തോടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് മിത്ര പോകുന്നത്. പോയിട്ട് ഇങ്ങനെ ഇടക്കണ്ടിട്ട് നോക്കുമ്പോൾ നമ്മുടെ മിത്ര കാണുന്ന ഒരു കാഴ്ച, അച്ഛൻ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണ് ചെയ്യുന്നത് മിത്രയ്ക്ക് അത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. മിത്ര അങ്ങനെ സങ്കടത്തോടു കൂടി തന്നെ അച്ഛനെ നോക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് തന്നെ കർട്ടൻ ഇങ്ങനെ മറയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മിത്ര തിരിയുമ്പോൾ പിന്നെ മിത്രനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. വളരെ വിഷമത്തോടുമാണ് അയാൾ മകളെ നോക്കുന്നത്. അതിനുശേഷം ചെറിയമ്മ മുറ്റത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മിത്രനെ കാണും. മിത്ര വേഗം ചെറിയമ്മയെന്ന് വിളിച്ച് ചെല്ലുമ്പോൾ ചെറിയമ്മ അത്രയും നാളുണ്ടായിരുന്ന സ്നേഹമൊന്നും അല്ലായിരിക്കുക. ചെറിയമ്മ മൈൻഡ് പോലും ചെയ്യില്ല, അകത്തേക്ക് കയറിപ്പോകും. അങ്ങനെ നമ്മുടെ മിത്ര അവിടെ നിന്ന് കരയിനാകുമ്പോൾ മീനാക്ഷി വന്ന് സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. അതൊന്നും സാരില്ല, ഇതൊക്കെ ഉണ്ടാവും, കുറച്ച് നാൾക്ക് ഉണ്ടാവുള്ളൂ. എന്തായാലും നീ കണ്ടതല്ലേ എൻ്റെ അച്ഛനും അമ്മയും റോഡിൽ വെച്ച് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് നിന്റെ മുന്നിൽ വെച്ചല്ലേ, അപ്പോൾ അതൊക്കെ നിനക്ക് അറിയാലോ. അപ്പം അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, ഇതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോട്ടെ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി നീ ഇതൊന്നും ആലോചിക്കൊന്നും വേണ്ട, ഇവിടെ ഉള്ളവർ മറ്റുള്ളവരൊന്നും അറിയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഗോമതി ആണെങ്കിൽ ബാലൻ കടയിലുണ്ടെന്ന് അറിഞ്ഞാലും ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ. ഗോമതിക്ക് അറിയുന്ന അങ്ങനെ എണ്ണി പറക്കൊക്കെ കരഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എടുത്തടിച്ച പോലെ ഒന്നിനെ കുറിച്ചും പിന്നെ മറ്റുള്ളവരെ കുറിച്ചും ഒന്നും അന്വേഷിക്കാണ്ട് അമ്മ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് എന്നിട്ട് പിന്നെ അമ്മ എന്തിനാ ഇപ്പം കരയാൻ നിൽക്കണേന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് മീനാക്ഷി. എന്തായാലും മീനാക്ഷി അമ്മനോട് ദേഷ്യപ്പെടുന്നത് നമ്മുടെ ആകാശ് കേൾക്കുന്നുണ്ട്. ആകാശിന് എന്തോ ഒരു സംശയം തോന്നി ആകാശ് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ധർമ്മൻ എത്രയായിട്ടും അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആര്യൻ മിത്ര വിവാഹം ഇതെങ്ങനെ സംഭവിച്ചു, നിങ്ങൾ കാണുമ്പോൾ ശത്രുതയല്ലായിരുന്നു, പിന്നെ എങ്ങനെ മോളെ സംഭവിച്ചെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ധർമ്മമാമൻ ചെല്ലുന്നുണ്ട് മിത്രയുടെ അടുത്തേക്ക്. പക്ഷെ മിത്ര എന്തോ പറയാൻ പോയപ്പോഴത്തേനും മീനാക്ഷി തടയുന്നുണ്ട്. പിന്നെ നമ്മുടെ മിത്രയ്ക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവും. കാരണം ആര്യൻ മിത്ര കാരണമാണ്, അതായത് മിഥുൻ കൊണ്ടുപോയ സ്വർണത്തിന്റെ പേരിലാണ് ആര്യൻ കള്ളനായത്. മിത്രയുടെ വീട്ടിലും ആര്യന്റെ വീട്ടിലും ആര്യൻ ഒരു കള്ളനായി. ആര്യൻ അത് സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് മിത്രയ്ക്ക് വേണ്ടി. ഇനി അതിന്റെ പിന്നാലെ പോകുമ്പോൾ മിഥുൻ ആര്യൻ എന്താണെന്നൊക്കെ അന്വേഷിക്കുമല്ലോ അവർ. അതുകൊണ്ട് തന്നെയാണ് ആര്യൻ ആ കുറ്റം മിത്രയ്ക്ക് വേണ്ടി സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയും അതൊരു വിഷമമില്ലാണ്ട് ഏൽക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വർണം ആര്യൻ തന്നെ എടുത്തതെന്ന് പറയുമ്പോൾ മിത്രയ്ക്ക് എങ്ങനെയെങ്കിലും ആര്യനെ കണ്ടൊന്ന് സോറി പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ മിത്ര നമ്മുടെ ആര്യൻ്റെ ഇതിക്ക് ചെല്ലുന്നുണ്ട്, ആര്യനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ആര്യനോട് സോറി പറയുമ്പോൾ ആര്യന് ദേഷ്യം വരുന്നുണ്ട്. ആര്യനല്ല അച്ഛൻ ഇറങ്ങിപ്പോയ വിഷമം, അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ് ആര്യന്, പക്ഷെ അത് പുറത്ത് കാണിക്കണില്ല എന്നുള്ളൂ. അച്ഛൻ ഇറങ്ങിപ്പോയ ദേഷ്യം കൂടെ ആയപ്പോൾ മിത്രനോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. നിനക്ക് സമാധാനമായില്ലേ, നീ എൻ്റെ അടുത്തേക്ക് ഇനി സംസാരത്തിനൊന്നും വരണ്ട, നിന്നോട് ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടില്ലേ അവൻ ഫ്രോഡാണെന്ന്, എന്നിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ, ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ നീ അവന് കൊണ്ടു കൊടുത്തില്ലേ, എന്നിട്ട് ഇനിയിപ്പം നിന്റെ വീട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇവരിനോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണം കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം കൊള്ളൂല, രസമില്ല, ഞാൻ വീട്ടിൽ പോയി കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവിടെയാണെങ്കിൽ ആ സമയത്ത് എല്ലാവരും മാമനും മാമനല്ല അച്ഛനും ചെറിയച്ഛനൊക്കെ അങ്ങനെ വിഷമിച്ചിരിക്കണമെങ്കിലും പന്തലുകാരുടെ മറ്റുള്ളവരെ കാര്യങ്ങളും കാശൊക്കെ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നു ചെറിയച്ഛൻ. അപ്പോൾ നമ്മുടെ ചെറിയമ്മ ചോദിക്കുന്നുണ്ട് ഈ കല്യാണം ഒന്നും നടന്നില്ലല്ലോ, അപ്പോൾ പകുതി കാശ് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ കല്യാണം അവരോടൊക്കെ പകുതി കാശിന് വേണ്ടി കഞ്ചാൻ പോവല്ല, നമ്മുടെ മോള് വല്ലവരെ കൂടെ പോയി എന്ന് വിചാരിച്ചിട്ട് പന്തലാരൊക്കെ എന്ത് ചെയ്തേ, പന്തലാർക്കും ഭക്ഷണത്തിൻ്റെ കാറ്ററിംഗുകാർക്കും ഒക്കെ അതേപോലെ തന്നെ പൈസ കൊടുക്കണം എന്ന് പറയും. അപ്പം അലോക് വളരെ വിഷമത്തോടെ അച്ഛനോട് പറയുന്നുണ്ട്, വല്യച്ഛ
നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവള് മുറച്ചെറുക്കൻ്റെ കൂടെ വിളിച്ചോടി പോയതെന്ന് എന്ന് കല്യാണ തലേദിവസം എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛമ്മ പറയണ്ട അതൊക്കെ കുറച്ച് നാളുണ്ടാവുള്ളൂ മോനെ, ഇതിനൊന്നും കാര്യമാക്കാനൊന്നും നിൽക്കണ്ട, എല്ലാവരുടെ വായം കുറച്ച് നാൾ കഴിയുമ്പോൾ അടയുമെന്നൊക്കെ പറയും. ആ സമയത്ത് കഷ്ടകാലത്തിന് നമ്മുടെ ധർമ്മം കയറി വരുന്നേ. എന്തിനാടാ നീ വന്നത്, ഇവിടുത്തെ ന്യൂസ് അന്വേഷിക്കാൻ വേണ്ടി ബാലൻ നിന്നെ വിട്ടതാണെന്നൊക്കെ. അതൊന്നല്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ആടാ ഞങ്ങൾ എല്ലാവരും തളർന്നിരിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം കഴിക്കണില്ലെന്ന് ചോദിച്ചിട്ടായിരിക്കും പിന്നത്തെ വഴക്ക്. ആര്യനും ഇത്രയും തമ്മിൽ പ്രണയത്തിലായിരുന്നുള്ള കാര്യം നിനക്ക് അറിയായിരുന്നോടാന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ, ഇല്ല ചേട്ടാ എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു, അവരെന്നും കീരിയും പാമ്പും പോലെ നിന്നിരുന്നതല്ലേ, പിന്നെ എങ്ങനെ ഞാനിത് മനസ്സിലാക്കാനാണെന്ന് ചോദിക്കും. എന്തായാലും നിനക്ക് അറിയാണ്ടിരിക്കില്ല, ഗോമതിയും അതുപോലെ തന്നെ ബാലനും പ്രണയത്തിലായിരുന്ന കാര്യം നിനക്ക് അറിയുന്നില്ലേടാ, നീ അതിന് കൂട്ടു നിന്നിട്ടില്ലേ, അതുപോലെ തന്നെ നീ ഇതിനും കൂട്ടു നിന്നിട്ടുണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല ഇല്ല ചേട്ടാ ഈ സത്യം ഇതെനിക്കറിയില്ലായിരുന്നു, ആ കാര്യം എനിക്കറിയാം, ചേച്ചിയുടെ കാര്യം എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെയുള്ള നിങ്ങൾ ഇറക്കി വിട്ടിട്ടും ഞാൻ ചേച്ചിയുടെ കൂടെ നിന്നതൊക്കെ പറയും. പിന്നെ ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ടാന്ന് പറഞ്ഞ് ധർമ്മൻ ഒരു കണക്കിനാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, അവർ കൊടുക്കുന്നില്ല, കളിയാക്കിയൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. പിന്നീട് മിത്ര ചോദിക്കുന്നുണ്ട്, ചെറിയച്ച വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയും ഒക്കെ എന്ത് പറയുന്നു ചോദിച്ചപ്പോൾ അവരെല്ലാവരും നല്ല ദേഷ്യത്തിലും നിന്നെ കയ്യിൽ കിട്ടിയ അവർ ചവിട്ടി കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ മിത്ര വല്ലാത്ത വിഷമത്തിലിരിക്കും. അപ്പോൾ ഗോമതി പറയും, മോളെ നീ വിഷമിക്കേണ്ട, ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ, നിനക്കൊരു കുട്ടി ഉണ്ടായി അവരുടെ കയ്യിൽ കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മിത്രനോട് പറയുമ്പോൾ നമ്മുടെ ധർമ്മം ചോദിക്കുന്ന, ശരിയാണ് ചേച്ചിക്ക് 5 മക്കളുണ്ടായിട്ടും അവരുടെ വിഷമവും ദേഷ്യമൊന്നും മാറിയില്ലല്ല, അന്നുണ്ടായ വഴക്ക് ഇപ്പോഴും നിലനിൽക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും മിണ്ടാണ്ട് നിൽക്കടാ, ഇതെന്തായാലും ശരിയാവും, ഇതിനൊരു അവസാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമതി വളരെയധികം വിഷമത്തോടെ നമ്മുടെ മിത്രനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മിത്ര എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഉമ്മർത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും മിത്രനെ രഹസ്യമായിട്ട് അവരും നോക്കുന്നുണ്ട്, മിത്ര അവരെ നോക്കുന്നുണ്ടെങ്കിലും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.